ഹലോ ഫാമിലി, ദിസ് ഇസ് മല്ലു പ്രോട്ടോസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വണ്ടികളിൽ നമ്മൾ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിന് വല്ല ഇഷ്യൂസ് വരുമോ, അല്ലെങ്കിൽ അതിന്റെ സെൻസേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞുതരാൻ പോവാണ്. സോ ബേസിക്കലി എക്സോസ്റ്റ് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടും തിരിക്കാം. അതിന്റെ രണ്ട് പാർട്സ് ഉണ്ട്. അതായത് ഒന്ന് ബെൻഡ് പൈപ്പ് എന്ന് പറയും, നെക്സ്റ്റ് വൺ ഈസ് എക്സോസ്റ്റിന്റെ പൈപ്പ്. ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് തിങ് ഈസ് ഈ ഒരു പൈപ്പ് കണ്ടോ, ഇതാണ് നമ്മുടെ ബെൻഡ് പൈപ്പ്. ഇതിന്റെ താഴെ കാറ്റലിറ്റിക് കൺവേർട്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സോസ്റ്റ് സ്ലിപ്പ് ഓൺ എന്നാണ് പറയാ, അതായത് മഫ്ലർ പറയും, പല പേരുകളുണ്ട്. സോ ഇതാണ് രണ്ട് കോമ്പോണൻസ്. സോ അടുത്ത് ഞാൻ കാറ്റലിറ്റിക് കൺവേർട്ടർ കാണിച്ചു തരാം. ഇതൊരു ക്യാൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടോ, ഇതാണ് നമ്മളുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ. സോ ഈ കാറ്റലിക് കൺവേർട്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള ഫ്യൂംസ് ഉണ്ടാവും, ഇതിനെല്ലാം പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വിടാനുള്ള ജോലിയാണ് കാറ്റലിറ്റിക് കൺവേർട്ടറിനെ. സോ മാക്സിമം ആൾക്കാർ വന്നിട്ട് ഈ പാർട്ട് മാത്രം, അതായത് ഈ എക്സോസ്റ്റിന്റെ ഈ ലാസ്റ്റ് പാർട്ട് മാത്രമേ മാറ്റുള്ളൂ. അതായത് സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് നമ്മൾ വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരാറില്ല. നമ്മുടെ ഈ എക്സോസ്റ്റിന്റെ ഉള്ളിൽ കുറച്ച് ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ടാവും. അതായത് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ഇവിടെ ഇട്ടേക്കാം. സോ കുറച്ച് ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ടാവും. അത് നമ്മളുടെ മൊത്തത്തിലുള്ള സൗണ്ടും പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ കാർബൺ എമിഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, ഒന്നില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഓൺ ആയിട്ടുള്ള എക്സോസ്റ്റ് മാത്രമായിരിക്കും റിമൂവ് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഫിൽറ്റർ ആക്കുക ചെയ്യുക. സോ ഇതിന് രണ്ട് തരത്തിലുള്ള എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കേസിൽ നമ്മളുടെ ഈ മഫ്ലർ, അതായത് സ്ലിപ്പ് ഓൺസ് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ എഞ്ചിനിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് സൗണ്ട് എൻഹാൻസ് ആവുക, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല. പ്രഷറിനോ കാര്യങ്ങളിലോ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെൻഡ് പൈപ്പും അതേപോലെ തന്നെ നമ്മളുടെ എക്സോസ്റ്റിന് മൊത്തത്തിൽ മാറ്റാനുള്ള ഒരു കേസാണ്. അത് നമ്മൾ ഫ്രീ ഫ്ലോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. എഞ്ചിന് പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക് പ്രഷറും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് വരും. അങ്ങനെ കിട്ടാണ്ട് വരുമ്പോൾ എഞ്ചിൻ കുറച്ചും കൂടി സ്ട്രെസ്സിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ECU റീമാപ്പ് ചെയ്യുക. അതേപോലെ തന്നെ BMCയോ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് KNN പോലത്തെ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള എയർ ഫിൽറ്റർ വാങ്ങിച്ചു വയ്ക്കുക. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിൻ സേഫ് ആയിട്ട് റൺ ചെയ്യും, വേണ്ട പെർഫോമൻസും കിട്ടും. ഓൺ പേപ്പർ കുറച്ച് നമുക്കൊരു ചെറിയൊരു പവറിൽ ഒരു ഇൻക്രീസ് അവിടെ കാണാൻ സാധിക്കും ഈ ഫുൾ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള എക്സോസ്റ്റ് വെച്ചു എന്ന് വെച്ചാൽ. ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വണ്ടികളെ പോലെയല്ല, ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം ഇങ്ങനത്തെ ഓട്ടോ സെൻസേഴ്സ് വരുന്നുണ്ട്. സോ ഈ ഓട്ടോ സെൻസർ എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അത് ഇങ്ങനെ എക്സോസ്റ്റിന് വരുന്ന ഫ്യൂംസ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ECUവിന് കൊടുക്കും. ഏത് ടൈപ്പിലുള്ള എയർ ഫ്ലോ മിക്സറാണ് അവിടെ വേണ്ടത്, എത്ര ഫ്യൂൾ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ ECU ഉണ്ടാക്കിയിട്ട് അത് അതിന്റെ പണി ചെയ്യും. അങ്ങനെ ഇൻ കേസ് നമ്മൾ എക്സോസ്റ്റ് ഫ്രീ ഫ്ലോ ആക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് പോകും, ECUക്ക് പോകും. ആൻഡ് വാറണ്ടി കെട്ടാം, അത് മതി. അപ്പോൾ നമ്മൾ എക്സോസ്റ്റിലോ എന്തെങ്കിലും ഒരു നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് ഒരു ഇൻഫർമേഷൻ അത് ഗ്യാദർ ചെയ്തിട്ട് ECU കൊടുത്തു വെച്ചാൽ ECUവിൽ അവിടെ ഡിറ്റക്ട് ചെയ്യും. നമ്മൾ അവിടെ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ സർവീസ് സെന്ററുകാർക്ക് മനസ്സിലാവും ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ECUവിൽ, അതായത് എക്സോസ്റ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വരുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവാൻ ചാൻസസ് ഉണ്ട്. റീബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 മോഡലാണ്. അപ്പോൾ അതിൽ ഒരു ഓട്ടോ സെൻസർ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും, ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് മിക്ക വണ്ടികളിലും 2 ഓട്ടോ സെൻസേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ കാണിച്ചത് എവിടേക്കാണെന്നത് നമ്മളുടെ ഈ സ്റ്റാർട്ടിങ്ങിലൊന്നും ഉണ്ടാവും. അടുത്ത നമ്മളുടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഓട്ടോ സെൻസറും കൂടി ഇപ്പോൾ പുതിയ വണ്ടികളിൽ വരും. വണ്ടിയിൽ നമ്മളിപ്പോൾ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് വെച്ചു എന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷെ പുതിയ വണ്ടികളിൽ നമ്മളിപ്പോ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് വെച്ചു എന്ന് വെച്ചാൽ എഞ്ചിന് പ്രശ്നം വരില്ല, ബട്ട് വാറണ്ടി കട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവിടെ ഒരു ഓട്ടോ സെൻസറും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് അവര്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് മാറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അഥവാ നമ്മൾ ബെൻഡ് പൈപ്പ് മാറ്റണമെങ്കിൽ മാത്രം അവിടെ നമുക്ക് ഈ ECU ടൂണിങ്ങും ഈ എയർ ഫിൽറ്റർ മാറ്റേണ്ട കാര്യമുള്ളൂ. അഥവാ നമ്മളിപ്പോ ജസ്റ്റ് ലാസ്റ്റ് മഫ്ലർ മാത്രം മാറ്റുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സേഫ് ആണ്. ആയിരിക്കും എക്സോസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് മല്ലു ത്രോട്ട് സൈനിങ് ഓഫ്. ഞാൻ പോകുന്നു. ബൈ ബൈ.